ചെല്ല്. നീ പേടിക്കണ്ട, ചോദ്യങ്ങൾ ചോദിക്കാൻ ചെറുക്കം വന്നിട്ടില്ല. അവള് പോകില്ല എന്ന് പറയണത് എന്താണെന്ന് അറിയോ? ചെറുക്കം വരാത്തോണ്ടാ അല്ലേ മീനു? ബാലചന്ദ്രൻ അടുത്ത ആഴ്ച എത്തൂ. അവന് ലീവില്ല അത്രേ. കുട്ടി അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടത്തിക്കൊള്ളാൻ എഴുതിയിരിക്കണേ. കുട്ടികളെ ആരെയും ദൂരെ അയക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാരും എന്റെ അടുത്ത് തന്നെ വേണമെന്നാ എന്റെ ആഗ്രഹം. ഒരുത്തൻ മാത്രം ഡൽഹിയിലായിപ്പോയി, മൂത്ത മകൻ മാധവൻ. മീനു, നീ കരയാനിപ്പോ എന്താ ഉണ്ടായേ? കാണാൻ വന്നവിടെ മുന്നിൽ നിന്ന് പോന്നപ്പോഴേ ശ്രദ്ധിച്ചത് നിന്നെ. എന്താ കാര്യം? ഒന്നുമില്ല. നിന്റെ മനസ്സെന്താ എനിക്ക് മനസ്സിലാവും. എന്താ ഉണ്ടായേ? പറഞ്ഞോളൂ. നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടാ? പേര് പറയാൻ മടിക്കണ്ട. ഞാൻ ആരോടും പറയില്ല. ആരാ? മീനു പറഞ്ഞൊക്കെ സത്യ. പക്ഷേ വിവാഹത്തെക്കുറിച്ച് അത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയും ആർക്കെങ്കിലും? മറ്റാരുടെയും കാര്യമല്ല ഞാൻ ചോദിക്കണേ. ഇങ്ങനൊരവസ്ഥയില് സുധാകരന്റെ തീരുമാനം, അത് മാത്രമേ എനിക്കറിയണ്ടൂ. അതെ, അത് തന്നെ ഞാനീ പറഞ്ഞു വരുന്നേ. ഒരു വിവാഹം, അതും വീട്ടുകാരൊക്കെ എതിർത്തിട്ട്, പോരാത്തതിന് മീനുവിന്റെ അച്ഛനെ ധിക്കരിച്ച്. ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അച്ഛന്റെ എതിർപ്പല്ല അവിടെ നിൽക്കട്ടെ. ഇക്കാര്യത്തിൽ മീനുവിന്റെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനം. അതിനായി ഇപ്പൊ അച്ഛനെ എതിർക്കാനും ഞാൻ തയ്യാറാ. ആരെ അറിയിക്കാതെ ഞാൻ അവളെ ഇറക്കിക്കൊണ്ടുവരാം. നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാനിപ്പോ എന്താ മറുപടി പറയാ? പറ്റോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. തുറന്നു പറഞ്ഞാ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്ത് പുല്ലിനാണ് ഇവിടെ പറഞ്ഞ് മോഹിപ്പിച്ചേ? ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. മറന്നേ കൂട്ടി, നിന്റെ നന്മയെക്കുറിച്ച് മാത്രമേ ഏട്ടൻ ചിന്തിച്ചിട്ടുള്ളൂ. ഒന്നും ഓർത്ത് വിഷമിക്കാതിരിക്കുക. ചെല്ല്, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ക്ഷേത്രമൊക്കെ ഒരു കല്യാണ മണ്ഡപം വേണമെന്നുള്ളത് വർഷങ്ങളായി നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ജാതിമത ഭേദമന്യേ സകല സഹായകരണങ്ങളും ചെയ്യാൻ നാട്ടുകാർ തയ്യാറുമാണ്. കല്യാണ മണ്ഡപം പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന രാധാലക്ഷ്മിയും മകളെ ഒഴിപ്പിക്കാതെ എങ്ങനെയാണ് മണ്ഡപം പണിയും? ക്ഷേത്രമത സ്ഥലമാകുമ്പോൾ ചില വിട്ടുവീഴ്ചയൊക്കെ പലതും ചെയ്യേണ്ടി വരും. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാറിത്തരാൻ പറ്റുമോ? വർഷങ്ങൾക്ക് മുമ്പ് ഭരതമേനോൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് രാധാലക്ഷ്മിയും ഭർത്താവ് പത്മനാഭൻ നമ്പൂരിയും കൂടി താമസിക്കാൻ ഒരു ഇടം വേണമെന്ന് പറഞ്ഞപ്പോ അന്ന് അദ്ദേഹത്തിന്റെ ദയ കൊണ്ട് കൊടുത്ത ആ വീട്. ഇന്നിപ്പോ പഴയ കാലമൊന്നും അല്ലല്ലോ. അതിനിപ്പോ അവകാശം ചോദിക്കുമെന്ന് എന്റെ പേടി. ചോദിച്ചാ പ്രശ്നമാവും. നിയമപ്രകാരം അവകാശം കൊടുത്ത് ഒഴിപ്പിക്കാമെന്ന് വെച്ചാല് അതിന് കുറച്ചധികം പണം ചെലവാകും. ബാക്കിയുള്ള പണം കൊണ്ട് മണ്ഡപത്തിന്റെ പണി തീരുവോ? ഔദാര്യം കൊണ്ട് കയറി കിടക്കാൻ ഇടം കൊടുത്തതിന് അവകാശം ചോദിച്ചാൽ എങ്ങനെ? അതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യമൊക്കെ ശരിയായിരിക്കാം. മനുഷ്യത്വപരമായി ആലോചിച്ചാൽ ആ സ്ത്രീയെയും മകളെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? അവരെവിടെ വേണമെങ്കിലും പോട്ടെ, നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കുക? എത്രയും വേഗം അവരവിടെ നിറക്കി വിടുന്ന നല്ലത്. ആ സ്ത്രീയെ കുറിച്ച് മോശമായി പലതും കേൾക്കുന്നുണ്ട്. സംഗീത ക്ലാസ് എന്നും പറഞ്ഞ് അവിടെ വേറെന്തൊക്കെയോ നടക്കുക എന്നാ നാട്ടുകാർ പറയുന്നത്. ക്ഷേത്ര പരിസരത്ത് ഇതൊന്നും അനുവദിച്ചുകൂടാ. മറ്റുള്ളവരുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് പറയാൻ ഈ ഭരണസമിതിയിലുള്ള പലർക്കും അർഹതയില്ലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സംഭാവന തുകയുടെ വലിപ്പമനുസരിച്ച് ഇവിടെ ആർക്ക് വേണമെങ്കിലും പ്രസിഡന്റോ സെക്രട്ടറിയോ ആകാമല്ലോ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നമ്പൂതിരിയുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നൊരു ഒറ്റ തെറ്റേ ആ സ്ത്രീ ചെയ്തിട്ടുള്ളൂ. ഊഹാപോഹം വെച്ച് ആരെയും അവമാനിക്കരുത്. ശരി ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ആവശ്യം ഒരു കല്യാണം കൊണ്ടും പണിയാന്നുള്ളതാ. അതിനുള്ള നടപടി എന്താന്ന് വെച്ചാൽ വക്കീൽ ചെയ്യുക. ഒരു നോട്ടീസ് അയച്ചാലോ? നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ആ സ്ത്രീയുമായി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്താണ് അവരുടെ ഉള്ളിലിരിപ്പെന്നറിയാമല്ലോ. രാധാലക്ഷ്മി ഇല്ലേ ഇവിടെ? എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? മഹേന്ദ്ര വക്കീല് കേട്ടിട്ടുണ്ട്. കേൾക്കാണ്ടിരിക്കാൻ വഴിയില്ല. നാട്ടുകാരുടെ മുഴുവൻ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് കൂട്ടിക്കോളൂ. പാട്ടും സംഗീതവും ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുമ്പോ വന്ന് കാണാമെന്ന് കരുതി. പ്രത്യേകിച്ച് കാര്യമുണ്ട്. അവര് വളരെ സീരിയസ് ആയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുക. അമ്പല കമ്മിറ്റിക്കാരെ രാധാലക്ഷ്മിയും കുടുംബവും മാറി താമസിച്ചാലേ അവർക്ക് തൃപ്തിയാവൂന്ന് വെച്ചാ? എനിക്ക് മനസ്സിലായില്ല. കല്യാണ മണ്ഡപം പണിയാൻ അവർക്ക് വേറെ സ്ഥലവും കിട്ടിയില്ല. ഈ വീട് തന്നെ പൊളിച്ചു പണിയണമെന്ന് തീരുമാനിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ കൊള്ളാം. ക്ഷേത്രം വക സ്ഥലത്താണല്ലോ ഈ വീടിരിക്കുന്നത്. കല്യാണ മണ്ഡപം പണിയാൻ അമ്പല കമ്മിറ്റിക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. നോട്ടീസ് അയക്കാൻ എന്നെയാ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാര്
വിവരം നേരത്തെ ഒന്ന് പറയാമെന്ന് കരുതി. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാ? മാറേണ്ട കാര്യമൊന്നുമില്ല. നല്ല കഥയായി. എന്തായി പറയണേ? ഞാൻ ഇവിടെ ഉള്ളപ്പോ അങ്ങനൊന്നും അനുവദിക്കില്ല. അവരങ്ങനെയൊക്കെ പറയും. കല്യാണ മണ്ഡപത്തിന് അവര് വേറെ സ്ഥലം നോക്കട്ടെ. നാട്ടുകാർ പറയണ പോലെ നിങ്ങൾ ആരുമില്ലാത്തവരാണെന്നുള്ള ധാരണ വേണ്ട. ഒക്കെ ഞാനേറ്റു. ബ്രഹ്മാവുള്ളപ്പോഴാണോ ആയുസിന് പഞ്ഞം? വലിയ ഉപകാരം. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല എന്ന് കൂട്ടിക്കൊള്ളൂ. പിന്നെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഇങ്ങോട്ടൊരു മനസ്സുണ്ടായ കൊള്ളാം. എനിക്ക് എല്ലാവരെയും സഹായിക്കണമെന്നേ മോഹമുള്ളൂ. ഞാനിടയ്ക്ക് വരാം. അല്പം സംഗീതമൊക്കെ ഞാനും ആസ്വദിക്കും. വരട്ടെ. ബഹുത് ഗരമേ. എന്താ? അല്ല, വല്ലാത്ത ചൂടേ. എത്രയായി? 30 രൂപ. 30. വേണ്ട ശീതര, ഞാൻ കൊടുത്തോളാം. ശീതറിന് ബുദ്ധിമുട്ടൊക്കെ അല്ലേ, വെച്ചോളൂ. കിട്ടണ 30. ആ, ബാലൻസ് 20 rupees വെച്ചോളൂ. അച്ഛാ, രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് കാണാത്ത എന്താന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ട്രെയിൻ 5 മണിക്കൂർ ലേറ്റ് ആയിരുന്നമ്മേ. ഫ്ലൈറ്റിന് വരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് ഇല്ല. ഓ, ഈ ലോങ് ജേർണി ട്രെയിനിൽ വലിയ വിഷമം തന്നെ. ദീപുവിനെ നീനുവിനെ കൊണ്ടുവരാത്തത് കഷ്ടായി. അവരുടെ ക്ലാസ് കളഞ്ഞിട്ട് വേണ്ടമ്മേ വരാൻ. ധാരാളം പഠിക്കാനുണ്ട് അവർക്ക്. അധിക സമയമായോ വന്നിട്ട്? ഇല്ലച്ചാ, ഇപ്പൊ വന്നതേ ഉള്ളൂ. പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ? അടുത്തെങ്ങാനും നാട്ടിലേക്ക് മാറ്റം കിട്ടുമോ? ശ്രമിക്കുന്നുണ്ട്, കിട്ടണ്ടേ. കല്യാണം പെട്ടെന്ന് ഉറപ്പിക്കണമെന്ന് അവർക്കൊരു വാശി. അതാ നിശ്ചയത്തിന് വരണ്ടെന്ന് എഴുതിയേ. പഴയ തറവാട്ടുകാരാ. പോരെങ്കില് ഒരേ ഒരു മകനും. എന്നാ പിന്നെ ഇത് തന്നെ നടക്കട്ടെ എന്ന് വെച്ചു. അതേതായാലും നന്നായി. നീ എല്ലാവരും വീഴ്പലക്കാനാണോ ഇങ്ങോട്ട് ഓടി പോകുന്നത്? എന്താണോ ഇത്ര ദേഷ്യം? ഏട്ടൻ വന്നില്ലേ? ഏട്ടൻ മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് മദാമയും വന്നിട്ടുണ്ട്. എനിക്ക് ചൊറിഞ്ഞു വന്നതാ. അവര് പറയുവാ ശ്രീധരന്റെ ബുദ്ധിമുട്ടൊക്കെ അല്ലേ ഇത് വച്ചോളൂ എന്ന്. എന്താ, ഏട്ടത്തി വല്ലതും തന്നോ? തന്നാൽ എന്റെ പട്ടി വാങ്ങും. ടാക്സിക്ക് പൈസ കൊടുക്കാൻ പോയപ്പോ എന്നെ ഒരു കൊച്ചാക്കല്. ഏട്ടത്തിന്റെ സ്വഭാവം ശ്രീധരേട്ടൻ അറിഞ്ഞൂടെ? അവരുടെ സ്വഭാവം എന്തിനാ ഞാൻ അറിയുന്നത്? പൊങ്ങച്ച സംജി തൂക്കി ആ ഹിന്ദി പറച്ചിലൊന്ന് കേൾക്കണം. ഹിന്ദി വിദ്യനായി ഞാൻ നിൽക്കുമ്പോഴേ അവരുടെ ഒരു ഞഞ്ഞാ പിഞ്ഞ ഹിന്ദി പറച്ചില്. ഞാൻ എങ്ങോട്ടും ചെല്ലട്ടെ? ചെല്ല്, ആ മദാമയുടെ പൊങ്ങച്ചം പറച്ചിൽ കേൾക്കാം. 5500 രൂപ അതിന്റെ വില. 5500 രൂപയോ? അതെന്തായാലും ഒത്തിരി കൂടിപ്പോയി. 8000 രൂപ ഇതിവിടെ വരുമ്പോഴത്തേക്ക്. ഈ സ്റ്റഫേ ഇവിടെ ഒന്നും വന്നിട്ടേ ഇല്ല. നന്നായിട്ടുണ്ട് എടുത്തി. അച്ഛാ, നിനക്ക് ഇഷ്ടപ്പെട്ടോ മീനു? ആ, ഇഷ്ടായി. നിനക്കൊരു സാരി ഞാൻ ഇവിടുന്ന് മേടിച്ചു തരാം. കേട്ടോ ദേവു? 8000 രൂപയെ ഏറി വന്നാൽ 500. അതും അവിടെ വല്ല റിഡക്ഷൻ സെയിലിൽ നിന്ന് വാങ്ങിയതാവും. നീ എന്താ പറയണേ? ഡൽഹിക്കാരി വന്നിട്ടുണ്ട്. പൊങ്ങച്ചൻ പറയുന്നതിന് അതിലുണ്ട്. ഓ, ഇവളുടെ കാര്യം മാധവേട്ടൻ എപ്പോഴും പറയും. ദേവുവിന്റെ കാര്യത്തില് അച്ഛനൊരു പിഴ പറ്റിയുള്ളൂ എന്ന്. സ്കൂളിൽ ജോലി കിട്ടാൻ ഇനി സാധ്യതയില്ലേ? കുട്ടികൾ കുറവായതുകൊണ്ട് സ്കൂളിൽ നിന്ന് പോയതാ. അടുത്ത വർഷം തുറന്നു കിട്ടിയ ഭാഗ്യം. അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് ആരാ കുട്ടികളെ മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കുക? ആ, കൊണ്ടുവരാതിരിക്കത്തില്ല. എന്റെ കൈ കിടന്ന് വളർന്നതല്ലേ. അയ്യോ, എന്റെ മോളെ രാജമ്മേ, നിങ്ങൾ വന്നെന്ന് ശ്രീധരൻ പറഞ്ഞപ്പോഴാ അറിഞ്ഞത്. അയ്യോ, നീ അങ്ങ് കറുത്ത് മെലിഞ്ഞു പോയല്ലോ നീ മോളെ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. നീ ഒരു എഴുത്ത് പോലും വായിച്ചില്ലല്ലോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നിന്നെ കാണാൻ പറ്റിയില്ല. അയ്യോ, ഇതാക്കാ മോളെ സാരി. ഇത് മീനുവിന് കല്യാണത്തിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? നിങ്ങൾക്ക് ഇവിടുന്ന് മാധവേട്ടൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, അല്ലേലും ആവും പിശുക്കനാ. അതിന്റെ കൂടെ നീ വന്നേ പിന്നെ പറയാൻ വേണ്ട. ആഹാ, രണ്ടുപേരും ഇങ്ങ് എത്തിയോ? അയ്യോ, നിനക്ക് എന്ത് പറ്റി മാധവ? നീയും വല്ലാതെ ക്ഷീണിച്ചു പോവല്ലോ. ഇപ്പൊ തന്നെ 5 കിലോ കൂടുതലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുക. ആ, അതവർക്ക് കാശടിക്കാൻ വേണ്ടി പറയുന്നതാ. പേരന്മാർക്ക് സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കെന്ത് സുഖം മാധവ. എന്നാലും ഒരു സെറ്റ് കൊണ്ട് പോലും നീ വാങ്ങിക്കൊണ്ട് വന്നില്ല. എന്റെ പേരമ്മമാർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ഇവിടെ നിന്ന് വാങ്ങി തരില്ലേ? കേട്ടോടി രായമ്മേ, നിന്നെ പോലല്ല അവന് ഞങ്ങളോട് സ്നേഹം. നീ ഇവിടെ നിൽക്കുക വരുന്നില്ലേ? അച്ഛനിറങ്ങി വാ, വരുമെന്ന്. ഈ കൊളുത്തൊന്നിട്ടെ. കൊച്ചുകുട്ടിയോടെ അമ്മേ,
മഹേന്ദ്രൻ വന്നില്ലേ? കോഴിക്കോട് വരെ പോയിരിക്കുക കേസിന്റെ ആവശ്യത്തിന്. അങ്ങോട്ട് നോക്ക്. സ്മൈൽ സ്റ്റഡി. ഇതിലൊന്ന് ഒപ്പിടുക. എന്താ വായിച്ചു നോക്കുക. വക്കീൽ നോട്ടീസാ. എത്രയും വേഗം വീട് ഒഴിയണമെന്ന്. എന്നാ രാധാലക്ഷ്മി ഒപ്പിടണ്ട. കാര്യം എന്താണെന്നറിയോ? ഈ മഹേന്ദ്രൻ വക്കീലെ ഏറ്റ കേസായോണ്ടാ. ഇന്നും അവന്മാര് കമ്മിറ്റി കൂടി തീരുമാനം ഉറപ്പിച്ചു. അമ്പലക്കാരിയായോണ്ട് ഞാൻ കേൾക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് നിങ്ങളെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞേ ഒപ്പിടണ്ടെന്ന്. എന്റെ കയ്യില് പല വകുപ്പും ഉണ്ടെന്ന് കണ്ടോ. എന്തോ പറയാൻ മറന്നൂലോ. ആ പാട്ടിന്റെ കാര്യം. രാധാലക്ഷ്മിയുടെ പാട്ടൊന്ന് കേൾക്കണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കണം. അതായി രാത്രി വരാന്ന് കരുതിയേ. വിരോധമില്ലല്ലോ? വിരോധമുണ്ട്. അത് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. കമ്മിറ്റിക്കാര് വീട് ഒഴിപ്പിക്കോ വഴിയിൽ ഇറക്കി വിടുകയോ ചെയ്തോട്ടെ, ഞാൻ സഹിച്ചോളാം. നിങ്ങൾ ഇടപെടണമെന്നില്ല. ദയവേത് പുറത്തു പോണം. എന്താ രാധാലക്ഷ്മി പറയണേ? ആലോചിക്കേണ്ടവരൊന്ന് വിളിച്ചു പറയാ. കഷ്ടം. ഞാൻ ആലോചനയാ പറയണത്. വാ ഇവിടെ ഇരിക്കെ. എനിക്ക് ആ പാട്ടൊന്ന് കേൾക്കണം. നീ എന്താ ഇവിടെ? എന്ത് ഭവിച്ചു നിങ്ങളുടെ പുറപ്പാട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുട്ടി. വീട്ടുകാർ വന്ന്. എന്താ രാധാലക്ഷ്മി പറയണേ? ഞാൻ കമ്മിറ്റിക്കാരിയും. ഏട്ടൊന്ന് പുറത്തു പോകുന്നുണ്ടോ? കമ്മിറ്റിക്കാരും പറയാൻ കണ്ട നേരം. എനിക്കൊന്നും അറിയില്ല വരുന്നുണ്ടാ. നാണോ ഉണ്ടോ നിങ്ങക്ക്? നിന്റെ അഭ്യാസം ഞാൻ കാണേണ്ടത് കരുതിക്കോ. എന്തൊക്കെ കാണണം എന്റെ കുട്ടി. ചേച്ചി സമാധാനായിട്ടിരിക്കാൻ. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. ഇരണ്ട കെട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. 2 ദിവസത്തേക്ക് പനം പെട്ടൊന്നും കൊടുക്കണ്ട. തീറ്റയിൽ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. അഷ്ടചൂർണം കൊടുത്താവോ? ഒന്നുമില്ല. മരിച്ചുപോയ നമ്മുടെ മുത്തശ്ശൻ സംഗീതത്തിന് വേണ്ടി തറവാട് മുടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ പ്രവൃത്തി തന്നെ അടുത്ത തലമുറയെ ആവർത്തിക്കാന്നൊക്കെ വെച്ചാ താൻ എന്തൊക്കെയാ പറയുന്നേ? അത് ഞാനിപ്പോ അമ്മാവനോട് എങ്ങനെയാ പറയാ? പറയാണ്ടിരുന്നാ അതിനേക്കാൾ പ്രശ്ന. മുത്തശ്ശൻ ഒരു പിൻഗാമി ഉണ്ടായിരിക്കണു. വടക്കേപ്പാട്ട് ശിവശങ്കര ഭാഗവതർ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്ന് തെളിച്ചു പറയാ. ശിവൻ പാത്തും പതുങ്ങി സംഗീതാഭ്യാസം തുടങ്ങിയിരിക്കണോ? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത്രേ. കുറെ കാലായി തുടങ്ങിയിട്ട്. എവിടെ? അത് പറയാനും ലേശം ബുദ്ധിമുട്ടുണ്ട്. വടക്കേപ്പാട്ട് രാഘവകുറുപ്പിന്റെ മകൻ ഒരിക്കലും കടന്നിയെല്ലാം പാടില്ലാത്ത ഇടമാ. എവിടെയാണെന്ന് പറയടോ? അത് ആ രാധാലക്ഷ്മിയുടെ അടുത്ത്. തറവാട് മുടിയാൻ വേറെ വല്ലതും വേണോ? അവളുടെ മോളുമായിട്ട് ലോഹ്യത്തിലാണെന്ന് പോലും ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശിവ, ഞാൻ കേൾക്കണതൊക്കെ സത്യമാണോ? എന്ത്? എന്ന് തുടങ്ങി ഈ സംഗീതാഭ്യാസം? ഞാൻ എനിക്കിഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ടും നീ അത് ചെയ്തു അല്ലേ? പറയടാ. എനിക്ക് പാട്ട് പഠിക്കണം തോന്നി. എന്റെ കുട്ടിയെ തല്ലല്ലേ. അയ്യോ വേണ്ട. മാറിനിൽക്കാനാ പറഞ്ഞത്. അയ്യോ വേണ്ട. അയ്യോ അയ്യോ വേണ്ട. അവനെ തല്ലല്ലേ. എന്റെ കുഞ്ഞെ. നീ പോടാ. പോകും. എനിക്ക് പാട്ട് പഠിക്കണം. ഉറപ്പച്ചൻ എന്തായി കാണിക്കുന്നത്? കടക്ക് പുറത്ത്. ഇനി ഈ പടി കടന്നു പോരുത്.